ഇന്ന് എൻ്റെ ബ്രദറും സിസ്റ്ററും അതേപോലെ തന്നെ സിസ്റ്ററിൻ്റെ കുട്ടികളും എല്ലാവരും കൂടിയൊക്കെ വരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ബിരിയാണി പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. ആദ്യക്കുട്ടൻ എന്താ അവിടെ നിന്ന് എൻ്റെ കുരുമുളകൊക്കെ വറുക്കുന്നുണ്ട്. ഞാനിതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കും. അതായത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി അതിനകത്ത് തന്നെ ഞാൻ കുറച്ച് മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ തൈര് പുളിപ്പുള്ളതായതുകൊണ്ട് വളരെ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. പുളിപ്പില്ലാത്തതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഞാൻ ഒഴിക്കും. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കും. ആ അരച്ചെടുത്ത മസാലേനെ നേരെ ചിക്കനിലോട്ട് ചേർത്തതിന് ശേഷം അതിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഒന്ന് പുരട്ടി മാറ്റി ഒരു 1.5 മണിക്കൂർ ഞാൻ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ബിരിയാണിയുടെ ചെമ്പ് അടുപ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് അതിൽ ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവ ചേർത്ത് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് ഞാൻ അരിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒരു കണക്കിൽ കവിഞ്ഞ് ഞാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഉപ്പ് ഞാൻ വെള്ളത്തിന് അധികം ചേർത്ത് കൊടുക്കും. അതിനുശേഷം ഞാൻ അരിയെല്ലാം വെന്ത് വേവ് നോക്കിയതിന് ശേഷം വാർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അരി വാർക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ചിക്കൻ വെക്കാനായിട്ട് പോവുകയാണ്. അതിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് സവാള ചേർത്ത് സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ജസ്റ്റ് അത്യാവശ്യം ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അത് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലകളായ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത് ഇതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, പകരമാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. അത് ഞാൻ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോവാണ്ട് മാക്സിമം നോക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയ അതിലോട്ട് മസാലയുടെ പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം അതിലോട്ട് ഞാനിതാ നേരത്തെ അരപ്പൊക്കെ ചേർത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കും. എനിക്കിപ്പോൾ ഇത് 3 കൈയല്ല, എൻ്റെ അനിയത്തിയുടെയും കൂടെ കൈയാണ് കാണുന്നത്. കാര്യം എനിക്കിതെല്ലാം കൂടി പിടിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട്. എന്നിട്ട് ഞാൻ ഇത് വെച്ചേക്കുന്ന അരപ്പെല്ലാം കൂടെ പുരട്ടി വെച്ചിരുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതിന് ഞാൻ ആ വെള്ളം ഒന്ന് കഴുകി ആ ചിക്കനിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിക്കനൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. ദമ്മിടാൻ നേരത്ത് ഞാൻ ഫസ്റ്റ് ചിക്കൻ കറി ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റൈസും ഇട്ട് അതിലേക്ക് ഞാൻ മുന്തിരി വറുത്ത് വെച്ചേക്കുന്നത് ഇട്ട് മുന്തിരി വറുത്ത നെയ്യ് തന്നെ ചേർത്ത് ഇളക്കി ഒന്ന് എടുക്കും. അതിലോട്ട് ഞാൻ മല്ലിച്ചപ്പും ചേർത്തിട്ടുണ്ട്. ഞാൻ നെയ്യ് അഡീഷണൽ വേറെ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ ദമ്മിടുന്നത് ഇതുപോലെയാണ്. ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെയിറ്റ് എന്തെങ്കിലും വെച്ച് കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ് ഒരു 1/2-3/4 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ എൻ്റെ ദമ്മ് തുറന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡും കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.